അരയല്ലൂർ അമ്മേ ശരണം. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തിരുമല ശ്രീ അരയല്ലൂർ ദേവി ക്ഷേത്രത്തിൽ 2025 മെയ് 10 നടന്ന പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ നാരങ്ങാവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൈകുന്നേരം നടന്ന അരയല്ലൂർ ദേവി പുരസ്കാരത്തിൻ്റെയും ആദരിക്കൽ ചടങ്ങിൻ്റെയും നാരങ്ങാവിളക്കിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി ഭക്തിപുരസ്സരം സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ നടന്ന ഈ വർഷത്തെ ശ്രീ അരയല്ലൂർ ദേവി പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായ ശ്രീ എം ജയചന്ദ്രൻ അവർക്ക്, പ്രശസ്ത ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ പ്രൊഫസർ എസ് സോമനാഥ് അവർ നൽകുകയുണ്ടായി. തദവസരത്തിൽ ഭീമ ജുവലറി ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ അവർ നാരങ്ങാവിളക്ക് ദീപം തെളിയിക്കുകയുണ്ടായി. ഭക്തി നിർഭരമായി ശ്രീ അരയല്ലൂർ ദേവി ക്ഷേത്രത്തിൽ നടന്ന നാരങ്ങാവിളക്കിൻ്റെ ഈ വീഡിയോ കാണുകയും നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും ഷെയർ ചെയ്ത് ഈ ദേശത്തിൻ്റെ ദേശദേവതയായി വിരാജിക്കുന്ന ശ്രീ അരയല്ലൂർ അമ്മയുടെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരാകട്ടെ എന്നും അതുവഴി ക്ഷേത്രത്തിൻ്റെ യശസ്സും കീർത്തിയും വർദ്ധിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ മുൻ വർഷങ്ങളിൽ നടന്ന നാരങ്ങാവിളക്കിൻ്റെ കാഴ്ചകൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മേ ശരണം എന്ന ദിവ്യനാമം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
അനി പോയോ? എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ അരയല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ CS രാമചന്ദ്രൻ നായർ സാർ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ സോമനാഥ് സാർ, അതുപോലെ വളരെ പ്രശസ്തനായ ജയചന്ദ്രൻ സാർ, നമ്മുടെ ഭീമ ഗോവിന്ദൻ സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നമ്മുടെ ബഹുമാനം പ്രിയപ്പെട്ട കൗൺസിലർമാരായിട്ടുള്ള നമ്മുടെ തിരുമല അനിൽ, ദേവിമ, മഞ്ജു PV, ക്ഷേത്രത്തിൻ്റെ ആചാര്യനായിട്ടുള്ള അരയല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യനായിട്ടുള്ള ശ്രീ ഗോശാല തിരുമേനി, മറ്റു പ്രിയപ്പെട്ടവരെ, നമ്മൾ അവാർഡ് വാങ്ങിക്കും നമ്മുടെ പ്രത്യേക പുരസ്കാരം അരയല്ലൂർ ദേവി ക്ഷേത്രത്തിന് അർഹരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട രവീന്ദ്രദാസ്, അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട്, നമ്മുടെ സദസ്സിലുണ്ട്. ബഹുമാനിയായിട്ടുള്ള അനന്യ നമ്മുടെ നാട്ടുകാരിയാണ്, എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മുടെ ഡോക്ടർ ജയേഷിൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സമ്മതോടൊരു വലിയ സന്തോഷ ദിവസമാണ്. തലസ്ഥാനം ആഘോഷിച്ചതാണ്. വളരെ ഗംഭീരമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഘോഷം. അദ്ദേഹത്തിനെ നമ്മൾ വേദിയിലേക്ക് സദയം ക്ഷണിക്കുകയാണ്. സാറിനെ ലോകമറിയുന്ന ഏറ്റവും പ്രശസ്തരാണ്. ഞാനിതൊരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. ശ്രീ സുരേഷ് ഗോപി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും എത്തിയ ശേഷം ഭീമ ഗോവിന്ദൻ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സ്വാഗതം പറയുമ്പോൾ പറയാം അദ്ദേഹത്തിന്. ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട 2 അതിഥികൾ കൂടി നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വിജേന്ദ്ര സാറിൻ്റെ പ്രിയതമ ഇവിടെ വേദിയിലുണ്ട്. അതുപോലെ നമ്മുടെ സോമനാഥ് സാറിൻ്റെ പ്രിയതമയും ഇവിടെ വേദിയിലുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും വന്നിട്ടുണ്ട്, വിജേന്ദ്ര സാർ. അരയല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യും. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായിട്ടുള്ള സോമനാഥ് സാറാണ്. സോമനാഥ് സാറ് ലോകമറിയുന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ISROയുടെ ചെയർമാനായിരുന്നപ്പോൾ ചന്ദ്രയാൻ ദൗത്യമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈനംദിന മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന, ലോകം അറിയുന്ന ഏറ്റവും വലിയ വ്യക്തിത്വമാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ദീർഘകാലമായിട്ട് അദ്ദേഹമായിട്ട് എനിക്കറിയാം. അദ്ദേഹം ഏറ്റവും
ഉന്നത സ്ഥാനത്ത് നിൽക്കുമ്പോഴും ISROയുടെ ചെയർമാനായി നിൽക്കുമ്പോഴും അദ്ദേഹം എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് സാധാരണക്കാരോടൊപ്പം നിൽക്കാനാണ്. അദ്ദേഹത്തിന് ഇനിയും ഇവിടെ ഒരുപാട് ISROക്കാർ ഈ വേദിയിലുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് സമയക്കുറവ് കൊണ്ടാണ്. എനിക്ക് നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഇനിയും അദ്ദേഹത്തെ ലോകം അറിയട്ടെ. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവാണ്, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയല്ല, അദ്ദേഹം ഇനിയും ലോകം അറിയുന്ന ഏറ്റവും വലിയ പ്രശസ്തനാകാൻ പോകുന്നു. നമ്മുടെ ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഈശ്വരാരോഗ്യവും എല്ലാ അനുഗ്രഹവും അരയല്ലൂർ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം, നിങ്ങൾ ദിവസവും റിയാലിറ്റി ഷോയിലൂടെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം അതിപ്രശസ്തനായ സംഗീതജ്ഞനാണ്. അദ്ദേഹം ലോകം അറിയുന്ന ഏറ്റവും വലിയ സംഗീതജ്ഞനാണ്. ഞങ്ങൾ റിയാലിറ്റി ഷോയിലൂടെ ദൈനംദിനം കാണുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും നിങ്ങൾക്കറിയാം. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, തുടര സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം സംഗീതത്തിന് ലഭിച്ചിട്ടുള്ളയാളാണ്. 7 തവണ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2015 അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. വളരെ പ്രശസ്തനായ സംഗീതജ്ഞനാണ് നമുക്കിന്നിവിടെ പുരസ്കാരത്തിനായിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ഭീമ ജുവലറി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ എത്രയോ കാലമായി ഭീമയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. ആ ഭീമ ജുവലറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. അതിൻ്റെ സ്ഥാപകനാണ്, അതിൻ്റെ ചെയർമാനാണ്. അത് വിപുലമായി നടത്തിക്കൊണ്ടുപോകുന്നു. കേരളത്തിൽ നിരവധി ഷോപ്പുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും കട്ടപ്പനയിലും ഒക്കെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഈ സമയത്തും വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തെ ഷാളട്ട് സ്വീകരിക്കുന്നതിനായി ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ അരയല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ ട്രഷറർ ശ്രീ രാജീവനെ ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വാർഡ് കൗൺസിലറാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യത്തിലും അനിൽകുമാറുണ്ട്. അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ തിരുമല മഞ്ജു, നമ്മുടെ മുൻ കൗൺസിലർ ഇവിടത്തേതായിരുന്നു, ഇപ്പോൾ പുന്നയ്ക്കാമുകൾ കൗൺസിലറാണ്. മഞ്ജുവും നമ്മുടെ ക്ഷേത്രവുമായി ദൈനംദിനം ബന്ധപ്പെടുന്നയാളാണ്. മഞ്ജുവിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ദേവിമ നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെയും കൂടി കൗൺസിലറാണ്. ദേവിമ നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ട്. ദേവിമയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ 2 പേരും കൂടി കൊടുക്കണം. നമ്മുടെ സോമനാഥ് സാറിൻ്റെ പ്രിയതമയ്ക്കും അതുപോലെ ജയചന്ദ്ര സാറിൻ്റെ പ്രിയതമയ്ക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. അരയല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ, ആദ്യകാലം മുതൽ ഈ നാട്ടിൽ നമുക്കറിയാൻ വെച്ച് ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം. മറ്റൊന്ന് കുമാരി അനന്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പാടിയിട്ടുണ്ട്. ഡോക്ടർ ജയേഷിനും സ്വാഗതം ചെയ്യുന്നു. മറ്റ് നിരവധി പേർക്ക് നമ്മൾ ഇന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട്. അവരെല്ലാം ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ക്ഷേത്ര പ്രസിഡന്റ്, നിങ്ങളുടെ എല്ലാം ഇഷ്ട സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ ജയചന്ദ്രൻ, ശ്രീ ഡോക്ടർ ബി ഗോവിന്ദൻ, അതുപോലെ ക്ഷേത്ര തന്ത്രി ശ്രീ ഗോശാല വിഷ്ണു നമ്പൂതിരി, മറ്റ് പൊതു പ്രവർത്തകർ, മെമ്പേഴ്സ്, ഇവിടെ വന്നിട്ടുള്ളവർ, അതുപോലെ പൗരപ്രമുഖരായിട്ടുള്ളവർ, അവാർഡ് ആദരിക്കപ്പെടുന്ന ഇന്ന് ഈ ക്ഷേത്രത്തിൽ ആദരിക്കപ്പെടുന്നവരെല്ലാവർക്കും, മറ്റ് ഭക്തജനങ്ങൾക്കുമെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ജയചന്ദ്രൻ ആദരിക്കുന്ന നേരത്തെ ഈ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ എൻ്റെ അങ്ങേയറ്റത്തെ സന്തോഷവും നിങ്ങളോടൊപ്പം ചേരാനും കാണാനും കഴിഞ്ഞതിലും ഉള്ള ആനന്ദവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ദേവിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്ന് ഇവിടെ വരാൻ എന്നെ കൂടുതൽ ആകർഷിച്ച ഘടകം ശ്രീ ജയചന്ദ്രൻ്റെ സാന്നിധ്യമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും പാട്ടിനപ്പുറം, ഞാനൊരു പാട്ടുകാരനല്ല, പാട്ടിൻ്റെ ആസ്വാദനം എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു എഞ്ചിനീയറും കൂടെയാണ്.
അദ്ദേഹം ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരാളാണ്. കുറച്ച് കാലമാണ് പഠിച്ചതെന്ന് എനിക്കറിയാം. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്ത്. പിന്നീട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പാസ്സായത്. അപ്പോൾ എഞ്ചിനീയർമാർ തമ്മിലുള്ളൊരു സ്നേഹം കൂടി ഉണ്ട് അതിനകത്ത്. അതിനപ്പുറം അദ്ദേഹത്തോടുള്ള ഒരു ആരാധന എനിക്കുണ്ട്. ആരാധന തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല. പാട്ടിനോടുള്ള ഒരു ആരാധന വളരെ മുൻപേ ഉള്ളതാണ്. പാട്ട് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആരാധന മാത്രമായിട്ട് ഞാൻ ഒതുക്കി വച്ചിരുന്നു. പിന്നീട് കുറച്ച് ശ്രമമൊക്കെ നടത്തി പഠിക്കാനായിട്ട്, ഈ പാട്ട് പഠിക്കണമെന്നുള്ള ഭംഗിയായിട്ട് ആഗ്രഹം ഉണ്ടായപ്പോൾ. പക്ഷെ അതൊന്നും എൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ലാന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും, കാരണം എൻ്റെ ജോലി മറ്റു ചിലതാണ് എന്ന് ഉള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ടും ഞാൻ ആ മേഖലയിലേക്ക് പോയില്ല. പക്ഷെ അദ്ദേഹം എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ചിട്ട് പാട്ടിൻ്റെ മേഖല പൂർണ്ണമായി തിരഞ്ഞെടുത്തു. അത് ഏറ്റവും നന്നായി. നമുക്കെല്ലാം ഏറ്റവും മനോഹരമായ പാട്ടുകൾ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദേവി പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ ജയചന്ദ്രൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നതിലേക്കായി ISRO മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ് സാറിനെ അവരുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രശസ്തി പത്രം സമർപ്പിക്കുന്നതിനേക്കായി അരയിലൂരമ്മ ക്ഷേത്ര പുരസ്കാരം അരയിലൂരമ്മ ക്ഷേത്ര പ്രത്യേക പുരസ്കാരം നേടിയ ജയേന്ദ്രൻ സാറിന് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രത്യേക ഉപഹാരം സമർപ്പിക്കുന്നതിലേക്കായി ക്ഷേത്ര തന്ത്രിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സോമരാജ് സാർ അവരുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ അനിൽ സർ, ഞാനേറെ ആദരിക്കുന്ന, ആരാധിക്കുന്ന മലയാളത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം സോമനാഥൻ സർ, പിറന്നാളിൻ്റെ അത്ഭുതമായ പ്രകാശത്തിൽ ഇവിടെ നമ്മുടെ കൂടെയുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് എപ്പോഴും നിറഞ്ഞ സ്നേഹം തരുന്ന ഗോവിന്ദൻ സർ, ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരിപ്പാട് സർ, രവീന്ദ്രദാസ് സർ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകൾ അനന്യ, ഡോക്ടർ ജയേഷ്, വേദിയിലും വേദിയുടെ മുന്നിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ധ്യാസമയത്ത് അമ്മയുടെ നാമത്തിൽ നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ സംഗീതം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് കരുതിയിരുന്ന ഒരു പൂജപ്പുരക്കാരനാണ് ഞാൻ. പൂജപ്പുരയിലും തിരുമലയിലും മങ്കാട്ടുകടവിലും ഒക്കെ വളർന്ന ആളാണ്. പഴയ കാലത്ത് മങ്കാട്ടുകടവിൽ ചെന്ന് അവിടെ നിന്ന് വള്ളം കയറി ഇക്കരയിൽ നിന്ന് അക്കരെ പോയി പിന്നെ ഒരു 1.5 ഫർലോങ്, പഴയ ഒരു രീതിയാണ് ഫർലോങ് എന്ന് പറയുമ്പോൾ മീറ്ററും കിലോമീറ്ററൊക്കെ പറയുന്നത്, 1.5 ഫർലോങ് നടന്ന്
കഴിഞ്ഞാൽ മാത്രം എത്തുന്ന എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയത് ഞാൻ ഓർക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പലപ്പോഴും കാത്തിരുന്ന് പുഴ മെലിയുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാം അനുഭവങ്ങളാണല്ലോ. അപ്പോൾ അത്തരം എത്രയോ പുഴകൾ കടന്ന് ഞാനിവിടെ നിൽക്കുന്നു. അതെല്ലാം അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലറിയുന്നു. അത് മാത്രമാണ് എൻ്റെ അറിവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര അധികം ഇമാജിൻ ചെയ്യാലും എത്താൻ പറ്റാത്ത ഏതോ ഒരിടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് റോക്കറ്റ് സയൻസിനെ കുറിച്ചുള്ള എൻ്റെ അറിവ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ബഹിരാകാശ യുഗത്തിന് അതിന് നേതൃത്വം നൽകുന്ന ആളാണ് സോമനാഥൻ സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ വേദിയിൽ ഒരിടം എനിക്ക് നൽകിയതിന് തീർച്ചയായിട്ടും ക്ഷേത്ര കമ്മിറ്റിയോട് എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഗോവിന്ദൻ സാർ ഞാൻ പറഞ്ഞ പോലെ എപ്പോൾ കണ്ടാലും എവിടെയാണെങ്കിലും നിറഞ്ഞ സ്നേഹം തരുന്ന ഗുരുതുല്യനാണ്. അപ്പോൾ അദ്ദേഹവും ഈ വേദിയിലുള്ളത് ഏറ്റവും സന്തോഷം ഉള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പിറന്നാളിൻ്റെ ദിവസം എനിക്കിവിടെ ഉണ്ടാവാൻ പറ്റിയില്ല. നേരത്തെ ശിവൻകുട്ടി സാർ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്തായിപ്പോയി, അതുകൊണ്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ പ്രിയ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തതെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിനെ ഇപ്പോൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് പിറന്നാളിൻ്റെ ആശംസകൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നേരാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ. അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മയെ ഓർക്കും. 2 വാക്ക് സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 250-300 വാക്കുകളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉടനെ നിർത്തിക്കൊള്ളാം. അമ്മ എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് എൻ്റെ അമ്മയാണ്. എനിക്ക് എൻ്റെ അമ്മയ്ക്കപ്പുറമായിട്ട് ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല എന്ന് കരുതുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ എൻ്റെ പ്രിയയുണ്ട്. എല്ലാ സമയത്തും, ഏത് സമയത്താണെങ്കിലും, സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാ സമയങ്ങളിലും എനിക്ക് ഏറ്റവും വലിയ ഊർജമാകുന്ന ആളാണ് പ്രിയ. അപ്പോൾ അമ്മ, പ്രിയ, പിന്നെ ഈ അമ്മ, അങ്ങനെ കാണും ഞാൻ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാ സമയങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പറ്റിയുള്ള 2 ലൈൻ പാടാം. നാഭി പത്മദലങ്ങളിലമരും നാദാംബികേ ദേവി മൂകാംബികേ. നാഭി പത്മദലങ്ങളിലമരും നാദാംബികേ ദേവി മൂകാംബികേ. നലമോടക്ഷരം ഉരിയാടുമ്പോൾ, നലമോടക്ഷരം ഉരിയാടുമ്പോൾ നാവിൽ നീ വിളയാടേണം അമ്മേ. വിരലിൽ തൊട്ടെഴുതിക്കേണം നാഭി പത്മദലങ്ങളിലമരും നാദാംബികേ ദേവി മൂകാംബികേ. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണല്ലോ കുടുംബം. അപ്പം നമ്മളെല്ലാവരും ഒരു കുടുംബം ആണെന്നുള്ള തോന്നലാണ്. അതിനെല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. ഈ ക്ഷേത്ര കമ്മിറ്റിയോട് നന്ദി പറയുന്നു. ഇതോടുകൂടി എൻ്റെ 2 അക്ഷരം അല്ല 2 വാക്ക് അവസാനിപ്പിക്കുന്നതായിട്ട് പറയുന്നു. നമസ്തേ. വളരെ വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ഈ അവാർഡ്
ഏറ്റുവാങ്ങുന്നു. നമസ്തേ. വി രവീന്ദ്രദാസ് അവർകൾ അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കുത്തിയോട്ടം താലിപ്പൊലി നേർച്ചയോട്ടം സമയത്ത് മേലത്ത് തെക്കത് വീട്ടിൻ്റെ കാരണവരും ക്ഷേത്രത്തിലെ നിത്യോപ സന്ദർശകരിൽ ഒരാളുമാണ്. അദ്ദേഹത്തിന് പ്രത്യേക സ്നേഹാദരവ് സമർപ്പിക്കുന്നതിലേക്കായി അടുത്തതായി അരിയലൂർ ദേവീക്ഷേത്ര പ്രത്യേക സ്നേഹാദരവ് വാങ്ങുന്നതിലേക്കായി കഴിഞ്ഞ വർഷത്തെ സർവശ്രേഷ്ഠ ദിവ്യാഗതൻ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയ കുമാരി അനന്യയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അരിയല്ലൂർ ദേവീക്ഷേത്ര പ്രത്യേക സ്നേഹാദരവ് വാങ്ങുന്നതിലേക്കായി 2023 സാമൂഹിക പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനത്തിന് മെക്സിക്കോയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെലോസോ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ജയേഷ് തിരുമല അവരുകളെ പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്കായി അദ്ദേഹത്തിന്റെ അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ അരിയലൂർ ദേവീക്ഷേത്ര 2025 കാളിയൂട്ട് ദിക്കുബലി മഹോത്സവത്തോടനുബന്ധിച്ച് കിഴക്ക് ദിക്കുബലി കമ്മിറ്റി അംഗങ്ങളെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി തെക്ക് ദിക്കുബലി കമ്മിറ്റി അണ്ണൂർ സ്നേഹാദരം വാങ്ങിക്കുന്നതിലേക്കായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തെക്ക് ദിക്കുബലി കമ്മിറ്റി അണ്ണൂർ പുരസ്കാരം നൽകുന്നതിലേക്കായി ജയേന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി തെക്ക് നെല്ലിരിപ്പ് കമ്മിറ്റി പ്ലാവള പുരസ്കാരം സമർപ്പിക്കുന്നതിലേക്കായി ഗോവിന്ദൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പടിഞ്ഞാറ് ദിക്കുബലി കമ്മിറ്റി പുന്നക്കാമുകൾ ക്ഷേത്ര തന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നതിലേക്കായി ക്ഷേത്ര തന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പടിഞ്ഞാറ് നെല്ലിരിപ്പ് കമ്മിറ്റി വേട്ടമുക്കിൽ പാറേക്കോവിൽ പുരസ്കാരം സമർപ്പിക്കുന്നതിലേക്കായി സോമനാഥ് സാറിനെ ക്ഷണിക്കുന്നു. എത്തിയിട്ടില്ല. അടുത്തതായി പടിഞ്ഞാറ് നെല്ലിരിപ്പ് കമ്മിറ്റി തിരുമല പുരസ്കാരം വാങ്ങിക്കുന്നതിലേക്കായി ബൈജു അവരുടെ കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്തിയിട്ടില്ല. അടുത്ത വടക്ക് ദിക്കുവലി കമ്മിറ്റി ഇലിപ്പോട് പുരസ്കാരം സമർപ്പിക്കുന്നതിലേക്കായി സോമനാഥ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് വടക്ക് നെല്ലിരിപ്പ് കമ്മിറ്റി വല്യവിള പുരസ്കാരം സമർപ്പിക്കുന്നതിനേക്കായി വല്യവിള എത്തിയിട്ടില്ല. അടുത്തത് അരിയലൂർ ദേവീക്ഷേത്ര ആറാട്ട് കമ്മിറ്റി ഇലങ്കം പ്രദേശ് ദേവിയുടെ ആറാട്ട് കമ്മിറ്റി ഇലങ്കം പ്രദേശ് അണ്ണൂർ എത്തിയിട്ടില്ല. അടുത്തതായി മീഡിയ പബ്ലിസിറ്റി അരിയലൂർ ദേവീക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട 2025 മീഡിയ പബ്ലിസിറ്റി പുരസ്കാരം വാങ്ങിക്കുന്നതിലേക്കായി പ്രശാന്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. D4 പ്രശാന്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മീഡിയ പബ്ലിസിറ്റി പുരസ്കാരം വാങ്ങിക്കുന്നതിലേക്കായി സ്റ്റോറി ബോയ് പല്ലിക്കുഴി സുധീഷിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
വിവിഡിയ പബ്ലിസിറ്റി പുരസ്കാരം കാർത്തിക്, ഷോട്ട് ബൈ കാർത്തികേയൻ. കാർത്തികേയൻ എത്തിയിട്ടില്ല. കാർത്തികേയൻ്റെ അമ്മ ഉണ്ടെങ്കിലും ഉടൻ തന്നെ വേദിയിലേക്ക് എത്തേണ്ടതാണ്. അടുത്തതായി പുരസ്കാരം വാങ്ങിക്കുന്നതിലേക്കായി രഞ്ജിനി നായർ, സീനിയർ റിപ്പോർട്ടർ, മീഡിയ ഓറഞ്ച്, ആകാശവാണി മീഡിയ ഓറഞ്ച്, രഞ്ജിനി നായരെ വേദിയിലേക്ക് ക്ഷണിച്ചോളും. ഇവിടുത്തെ ഈ പ്രോഗ്രാമിന്, അമ്പലത്തിൽ പ്രോഗ്രാം എന്നെ ക്ഷണിച്ച് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും മഹത്തായ ഒരു അമ്പലത്തിൽ ഒരു എളിയ ഭക്തനായിട്ട് വന്നത് എനിക്ക് അതിഭക്തമായ സന്തോഷമുണ്ട്. ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും പണ്ട് മുതൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ അമ്പലത്തിലെ ദേവിയുടെ അമ്പലം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. എല്ലാവരുടെയും ഒരു ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങളെല്ലാവരും ഇവിടെ സ്ത്രീ ജനങ്ങളാണ്, കൂടുതൽ സ്ത്രീ ജനങ്ങളാണ് എൻ്റെ കടയിലെ പർച്ചേസേഴ്സ്. നിങ്ങളെല്ലാം വന്ന് ഇവിടെ മേടിക്കുന്നതിന് മുമ്പ് കടയിൽ വന്ന് മേടിച്ചിട്ടുണ്ട്. ആ കടയിലെ മേടിക്കുന്ന സ്വർണത്തിന് ദേവിയുടെ അനുഗ്രഹം, ദേവിയിൽ സമർപ്പിച്ചതിന് ശേഷം, പ്രസാദിച്ചതിന് ശേഷമേ ഞാൻ വിൽക്കാറുള്ളൂ. അതിൻ്റെ ഒരു റിസൾട്ടാണ് എനിക്കുള്ള ബിസിനസ്. എനിക്ക് ചെറിയ നിങ്ങളുടെ എല്ലാ ഭക്തരോട് പറയാനുണ്ട്. നിങ്ങളെല്ലാം ദേവിയെ 10 മിനിറ്റ്, 15 മിനിറ്റ്, 25 മിനിറ്റ്, 30 മിനിറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനയുടെ കൂടെ ഒരു 5 സെക്കൻഡ് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ദേവിയുടെ കയ്യിലാണ്. നിങ്ങളുടെ സപ്പോർട്ടും ദേവിയുടെ സപ്പോർട്ടും ഉണ്ട്. ഇനിയും പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ അച്ഛൻ കാലം തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ കാലത്ത് ആലപ്പുഴ മുള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ചെറിയൊരു അമ്പല നട കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ തന്നെ കളർകോട്ടിൽ 2.5 ഏക്കർ സ്ഥലത്ത് കൃഷ്ണഭഗവാന്റെ ഒരു അമ്പലം കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരു അമ്പല നടയിൽ 2 ഏക്കറിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഭക്തജനങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവനയുടെ ബിസിനസ്സിൻ്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ്. ഇനിയും നിങ്ങൾ കൂടെ ഈ അമ്പലങ്ങൾ വരട്ടെ. ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ ശിവൻകുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു ഇവരൊക്കെ വരുന്നുണ്ട്. എനിക്ക് സംശയമാണ് ഈ 3 ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ദേവിയുടെ കാര്യമാണ്, തീർച്ചയായിട്ടും വന്നിരിക്കും. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കൂടി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവിയോട് നമ്മളെല്ലാവരും 3 തവണ സർവമംഗളമംഗല്യേ എന്ന് ചൊല്ലണം. ഇവരുടെ എല്ലാവർക്കും പണ്ഡിറ്റ് എല്ലാവരും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.
ഹായ് എത്തിക്ക് വിളക്കത്തോട്ട് ഇങ്ങോട്ട് നോക്ക്. നമ്മളൊന്നില്ലേ ആരെങ്കിലൊക്കെ നമ്മൾ അറിയാമെന്നുള്ളൊരു വേണ്ടേ? ചരിത്രമല്ലേ, 50-100 വർഷം കഴിയുമ്പോൾ ഹരിപ്രിയ പ്രൊഡക്ഷനകത്ത് നോക്കാമല്ലോ. വേറെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോഴും കാണുമല്ലോ സീരിയലിലാണ്. കാണണമെങ്കിൽ നമ്മുടെ കാണും. ഹരിപ്രിയ പ്രൊഡക്ഷൻസ് നോക്കൂ.